ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, ഈശോൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ തന്നെ നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, മഹാമാരികളിൽ നിന്നും കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ക്രിസ്തുമസ് ഒരുക്ക ധ്യാന ചിന്തകളിലൂടെ നാം കടന്നു പോവുകയാണ്. ക്രിസ്മസ് ഒരുക്ക ധ്യാന ചിന്തയിൽ 2 വീഡിയോസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2. വളരെ ചുരുക്കം വ്യൂവേഴ്സേ അതിനുള്ളൂ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം, എനിക്ക് 1-2 മെസ്സേജുകൾ ഈ ദിവസങ്ങളിൽ കിട്ടി. വലിയ രസകരമായ മെസ്സേജാണ്. അതിലൊരു സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പഴയ ബിനോയച്ചന മതി, പുതിയ ബിനോയച്ചന വേണ്ട. അതായത് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തോളം വീഡിയോ ഇട്ട ബിനോയച്ചന വേണ്ട, അതിനു മുമ്പ് വീഡിയോ ഇട്ട ബിനോയച്ചന ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആയിക്കോട്ടെ എന്ന് ഞാൻ തിരിച്ച് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വോയിസ് മെസ്സേജിൽ എനിക്ക് വളരെ സ്നേഹിതനായിട്ടുള്ള ആൾ എന്നോട് പറഞ്ഞു, വോയിസ് മെസ്സേജ് ഇട്ട് എൻ്റെ വാട്സപ്പിലിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, വചനം കൊടുക്കുമ്പോൾ വ്യൂവേഴ്സ് കുറയും, എന്നാൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള വൈറലാകാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ വൈറൽ വിഷയങ്ങളിൽ നമ്മൾ തലയിട്ട് കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് കൂടും. പക്ഷേ വ്യൂവേഴ്സ് എന്തിനു വേണ്ടി എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ വചനം കൊടുക്കുമ്പോൾ വചനം ആഗ്രഹിക്കുന്നതിന് മാത്രമേ അത് കാണുകയുള്ളൂ. ആ വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് കാണുകയും അതിലൂടെ ലഭിക്കുന്ന ഫലപ്രാപ്തി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യൂവേഴ്സിനെ നോക്കി അച്ഛൻ സങ്കടപ്പെടേണ്ട എന്ന് പറയേണ്ട. ആദ്യകാലങ്ങളിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ 5-6 പേരൊക്കെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓരോരോ വിവാദപരമായിട്ടുള്ള വിഷയങ്ങളിൽ തലയിട്ടപ്പോഴാണ് പിന്നെ വ്യൂവേഴ്സ് കൂടിയത്. പക്ഷേ തിരുവചനം കൊടുക്കുമ്പോൾ തിരുവചനം ആഗ്രഹിക്കുന്നതിന് മാത്രമേ അത് കാണുകയുള്ളൂ. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛൻ സങ്കടപ്പെടേണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. 10 പേരെ കണ്ടുള്ളെങ്കിലും അവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളെ കേൾക്കാൻ 10 പേരുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്തുമസ് തിരുവചനത്തിലൂടെ തന്നെ ഒരുങ്ങാം. തിരുവചനത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ തോബിയാസിൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചത് കുടുംബജീവിതം ദൈവം ഒരുക്കി വെച്ചതാണെന്നും കുടുംബജീവിതം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് കൂടെ നടക്കുന്ന ദൈവമാണെന്നും, ഇമ്മാനുവേൽ കൂടെ നടക്കുന്ന ദൈവമാണ് നമ്മെ വിശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കാനായിട്ട്, നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് അനുഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് വചനത്തിലൂടെ ഊട്ടിയുറപ്പിച്ച് പറയുകയായിരുന്നു. നമ്മുടെ ജീവിത പങ്കാളി ഒരു ആക്സിഡൻ്റ് അല്ല. ദൈവം അനാദികാലം എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കുക, ആദത്തിൻ്റെ ഉള്ളിൽ അസ്ഥിയായി അവൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കിയാൽ ദൈവത്തിൻ്റെ പദ്ധതി എത്രയോ വലുതായിരുന്നു എന്ന്. അപ്പോൾ ജീവിത പങ്കാളി ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അസ്ഥിയായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കൊക്കെ ഒന്ന് വളർന്നു നോക്കിക്കുക മക്കളെ, വിശ്വാസത്തിൽ. അതായത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ഉള്ളിൽ അസ്ഥിയായി, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമായി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഒരു കൂദാശയായി ദൈവം എൻ്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട്, ദൈവ തിരുമുമ്പിലായിരുന്നു കൊണ്ട്, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത് കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കാലം മുതൽ, ഞാൻ ജനിച്ച നിമിഷം മുതൽ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന, ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൂദാശയിലൂടെ ദൈവം വെളിപ്പെടുത്തി തരികയാണ്, എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ച് തരികയാണ്. അപ്പോൾ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ കൂട്ടിച്ചേരലുണ്ടായത്. അതുവരെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായിരുന്ന ഒരു വ്യക്തി തന്നെ പിന്നീട് മറ്റൊരു രൂപത്തിൽ കൂദാശയിലൂടെ വീണ്ടും ഒന്നായി ചേരുകയാണ്. പർപ്പസ് വേറെയാണെന്ന് മാത്രം. അതാണ് കുടുംബജീവിതത്തിൻ്റെ പർപ്പസ്. സൃഷ്ടികർമ്മത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ദൈവം മനോഹരമായിട്ട് മറ്റൊരു തലത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ്. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൻ്റെ അത്ഭുതമെന്ന് പറയുന്നതാണ്.
അതുകൊണ്ടാണല്ലോ ഇമ്മാനുവേൽ ജനിക്കുവാനായി ഭൂമിയിൽ ജന്മമെടുക്കുവാനായിട്ടൊരു കുടുംബത്തെ തന്നെ തിരഞ്ഞെടുക്കുക. ദൈവം തിരഞ്ഞെടുക്കുന്ന കുടുംബത്തെയാണ്. മറ്റു ചിലയിടത്തൊക്കെ കാണുന്നത് പോലെ എന്താ പറയുക, മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായ രൂപത്തിലോ ഭാവത്തിലോ ഒന്നും പ്രകടമാവുകയല്ല ദൈവം ചെയ്യുക. ഒരു കുടുംബത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും മകനായി ഇമ്മാനുവേൽ കൂടെ നടക്കുന്ന ദൈവം വന്ന് ജനിക്കുന്നു. എത്ര മനോഹരമാണെന്ന് നോക്കി. അതുകൊണ്ട് ആ കുടുംബജീവിതത്തിൻ്റെ മഹത്വം, ഈ കാലഘട്ടം കുടുംബങ്ങളെ തകർത്തെറിയുന്നൊരു കാലഘട്ടമാണ്. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരെ എന്നും കുടുംബജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുക കാലഘട്ടത്തിൽ. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, യോജിച്ചു പോകാൻ പറ്റാത്ത ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഇന്ന് ഏകമാണ്. ചെറിയൊരു കാര്യം മതി, അസ്വസ്ഥതയുണ്ടായി, ആ അസ്വസ്ഥതയിൽപ്പെട്ട് പിന്നീട് പരസ്പരം മിണ്ടാതെ പരസ്പരം യോജിക്കാതെ അകലങ്ങളിലേക്ക് പോവുകയാണ്. ഒരു കാരണവുമില്ലാതെ പരസ്പരം അകന്നു പോയൊരു ഫാമിലിയെക്കുറിച്ച് കഴിഞ്ഞ നാളുകൾ എനിക്ക് കേൾക്കാനായിട്ടിടയായി. ഒരുപക്ഷെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ, അവരുടെ ബന്ധുമിത്രാദികളുടെ സ്വാർത്ഥമായ ലക്ഷ്യം ആ പെൺകുട്ടിയെ ഒരു ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗമായി ഉപയോഗിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ, ഭാര്യഭർത്തൃ ബന്ധത്തെ തകർത്തെറിയുന്ന ഒരു അനുഭവം കഴിഞ്ഞ നാളുകളിൽ എനിക്ക് കേൾക്കാനിടയായി. എത്ര സങ്കടകരമാണെന്നറിയോ? കുടുംബജീവിതം അത് ദൈവം ഒരുക്കി വെച്ച അനാദികാലം മുതൽ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി അല്ലെങ്കിൽ ഇരുന്നവളെയാണ് ഞാൻ ഇപ്പോൾ ഈ വിവാഹമെന്ന ഉദാശയിലൂടെ സ്വന്തമാക്കി വെക്കുന്നത് എന്ന് അത് കൂടെ നടക്കുന്ന ദൈവം, ഇമ്മാനുവേലായ കൂടെ നടക്കുന്ന ദൈവം തന്നെയാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ, കൗദാശിക ശുശ്രൂഷയിലൂടെ, ഈ വിവാഹ ശുശ്രൂഷയിലൂടെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് ദാനമായി സമ്മാനമായി നൽകിയത് എന്ന് കൂട്ടിച്ചേർത്തത് എന്ന് ഉറച്ച വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് തകർന്ന് തരിപ്പണാകുന്നത്. ഒരു കാര്യം, അത് തകർന്ന് തരിപ്പണാകുന്ന കാര്യം ഇത് ദൈവ തിരുമുമ്പിലാണ് ഒന്നായി ചേർന്നെന്നുള്ള ഒന്നാമത്തെ ആ ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെടുകയാണ്. ദൈവമാണ് കൂട്ടിച്ചേർത്തത്, ദൈവത്തിൻ്റെ മുമ്പിലാണ് കൂട്ടിച്ചേർന്നത്. അത് നമുക്കായിട്ട് മാറ്റാൻ പറ്റില്ല. അത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് 5-ാമത്തെ വചനം മുതൽ, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. യോജിപ്പിച്ചത് അവർ ഒറ്റ ശരീരം. അത് ഉൽപ്പത്തിയുടെ പുസ്തകമല്ല, നമ്മളിപ്പോഴും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നിൽക്കുക. 1-ാമത്തെ അധ്യായത്തിൽ നിന്നും 2-ാമത്തെ അധ്യായത്തിൽ നിന്നും മാറിയിട്ടില്ല. അതായത് ദൈവം യോജിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ബോധ്യമാണ് ഒന്നാമത്തെ കാര്യം. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അത് മാറ്റുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ച് വേർപെടുത്തുവാനായിട്ട് മനുഷ്യന് അധികാരമില്ല, ഒരു കാരണവശാലും അധികാരമില്ല. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാനിപ്പോഴും പലപ്പോഴും ഇവിടെ ധ്യാനിപ്പിക്കുമ്പോൾ ഇവരോട് പങ്കുകൊടുക്കുന്ന, കുടുംബജീവിതത്തെ ധ്യാനക്കാർക്ക് പങ്കുകൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊരിക്കലും ഞാനിവിടെ നിന്ന് JCD എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു വിവാഹ ചടങ്ങ് കണ്ടു. അതിങ്ങനെ ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് വിവാഹം നടക്കുക. അത് ഹിന്ദുക്കളുടെ വിവാഹമാണ്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇവിടെയുള്ള ആദിവാസി ഹിന്ദുക്കളുടെ വിവാഹമാണത്. അപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് വിവാഹം നടത്തുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവർ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, അമ്പലങ്ങളിലൊന്നും പോകാതെ ഇവർ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് വിവാഹം നടത്തുക? അപ്പോൾ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം മതത്തിന് ഉപരി അവർ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. പ്രകൃതി ആരാധിക്കുന്നവർ, അനിമിസ്റ്റ് എന്നൊക്കെയാണ് ആദിവാസികൾ കൂടുതലായിട്ട് പറയപ്പെടുക. പ്രകൃതി ശക്തികളെയാണ് അവർ കൂടുതലും ആരാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ഇതാണ്: ഈ ആൽമരം എന്ന് പറയുന്നത് വളരെ ശക്തമായ വളരെ ശക്തിയുള്ളൊരു മരമാണ്. എന്ന് പറഞ്ഞാൽ അത് എന്നാ വലിയ കാറ്റുണ്ടായാലും, എന്നാ വലിയ മഴ പെയ്താലും, ഇവൻ ഭൂമി കുലുക്കമുണ്ടായാലും ശരി, ഈ ആൽമരം ഒടിഞ്ഞു വീഴുകയോ മറിഞ്ഞു വീഴുകയോ ഒന്നുമില്ല. ആൽമരം ഇങ്ങനെ അതിൻ്റെ ഓരോ കമ്പിൽ നിന്ന് വേര് താഴത്തേക്ക് വന്ന് അത് മണ്ണിലാഴ്ന്നിറങ്ങും. ഓരോ കമ്പിൽ നിന്ന് പോലും വേര് വരും. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരം ഒരു കാരണവശാലും മറിഞ്ഞു വീഴത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം ഇതാണ്: ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് വിവാഹം നടത്തിയാൽ ഈ വിവാഹ ജീവിതം ഒരിക്കലും തകർന്നു പോകത്തില്ല, അതെന്നും നിലനിൽക്കും, തകർന്നു പോകാതെ നിലനിൽക്കും. ഈ ആൽമരം നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ക്രൈസ്തവ വിവാഹവും നടക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. ഏത് മരത്തിൻ്റെയാണ് നമുക്കറിയാമോ?
അത് ഈ പുറകിലിരിപ്പുണ്ട് ഇവിടെ. ഇതൊരു മരമാണ്, കുരിശുമരം. ഒക്കെ ഒരു കുരിശുമരം. അത് ഞാനവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുക, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതായത് കുരിശുമരം, ഇതൊരു മരമാണ്. ഓരോ വിവാഹവും കുരിശുമരത്തിൻ്റെ ചുവട്ടിലാണ് നടത്തുക. അതുകൊണ്ട് ഈ അൾത്താരയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിൻ്റെ കാരണം, അൾത്താരയിൽ മുമ്പിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യം അതാണ്. ഇതൊരു മരത്തിൻ്റെ ചുവട്ടിലാണ്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വെറും കാറ്റും കോളും മാത്രം പ്രതിരോധിക്കുന്നൊരു മരമല്ല. ഇതൊരു ഭൂമി കുലുക്കത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളെ മാത്രം പ്രതിരോധിക്കുന്നൊരു മരമല്ല ഇത്. ഇത് മരണത്തെ ജയിച്ചവൻ്റെ മരമാണ്. മരണത്തെയും ശാപത്തെയും ഈ ലോകത്തിലെ എല്ലാ തിന്മകളെയും വിജയിച്ചവൻ്റെ മരമാണ്. അപ്പോൾ ഈ മരം ഉയർത്തെഴുന്നേറ്റവൻ്റെ മരമാണ്. മരണത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ക്രിസ്തീയ വിവാഹങ്ങൾ നടക്കുക. അതിവിടെ മാത്രം അവസാനിക്കുന്നതല്ല. ഇതിനപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തിലേക്ക് പ്രത്യാശ പകരുന്ന ഒരു കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് വിവാഹം നടക്കുക. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും പരിശുദ്ധമായ, അത്രയ്ക്കും ദൈവിക പദ്ധതി ഈ വിവാഹമെന്ന കൂദാശയുടെ പിന്നിലുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിന്നിൽ വെച്ച് നിങ്ങൾ ഈ വിവാഹ ജീവിതം തകർത്ത് തരിപ്പണാക്കരുത്. വ്യക്തിപരമായ ചില ദുർവാശികളുടെ മുമ്പിൽ വിവാഹ ജീവിതം തകർന്ന് തരിപ്പണാകരുത്. സങ്കടകരമാണത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. പിന്നെ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചാലും ദൈവകൃപ നിങ്ങൾക്കുണ്ടാവില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നടക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. പിന്നെ നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നടക്കണമെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. നോക്കുക, ഈ കുരിശുമരം സ്വീകരിച്ചത് ഒരു മരണത്തെ സ്വീകരിച്ച കുരിശുമരമാണ്. ഒരുവൻ്റെ മരണം സ്വീകരിച്ച കുരിശുമരമാണ്. തകർച്ചയെ ഈ കുരിശുമരം എങ്ങനെ സ്വീകരിച്ചോ അതുപോലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിലെല്ലാം ഉയർപ്പുണ്ടാകുന്നേ. ഒരു പ്രശ്നത്തെ ദൈവം സ്വീകരിച്ച മാതിരി, ക്രിസ്തു സ്വീകരിച്ചത് മാതിരി, കുരിശിനെ സ്വീകരിച്ചത് മാതിരി സ്വീകരിച്ച് നോക്കിക്കേ, വലിയ ഉയർപ്പിലേക്ക്, വലിയ ശാന്തതയിലേക്ക് ജീവിതം കടന്നു വരും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അവൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് മുമ്പ് അവൾ അറിഞ്ഞിരുന്നില്ല ഇവളുടെ ഭർത്താവ് വലിയ കള്ളുകൂടിയനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളും ഒക്കെ ആണെന്ന് ഇവൾ അറിഞ്ഞിരുന്നില്ല. മദ്യപാനിയാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുന്ന ഉപദ്രവിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട്. എന്തായാലും വിവാഹം കഴിഞ്ഞു. ഇവളെ പലതവണ ഇവളുടെ മാതാപിതാക്കളോട് പരാതിയൊക്കെ പറഞ്ഞു. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞു, ജീവിതമല്ലേ, ഇതൊക്കെ ഉണ്ടാവും, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ആശ്വസിപ്പിക്കുക. ഇവളിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 2 കുഞ്ഞുങ്ങളുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു സുപ്രഭാതത്തിലുണ്ടാകുക ഒരു സംഭവമാണ്. ഈ മനുഷ്യൻ രാവിലെ എന്നും പണിക്ക് ജോലിക്കെന്ന് പറഞ്ഞ പോലെ പോകും. എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്കൊക്കെ പോകും. അതിനുശേഷം കിട്ടുന്ന പൈസ മുഴുവൻ കുടിച്ചിട്ട് കയറി വരും. കുടിച്ച് കയറി വരുന്നൊരു സ്വഭാവമാണ്. എന്നിട്ട് പൂരപ്പാട്ടും പാടി ഭാര്യയെയും മക്കളെയൊക്കെ ഉപദ്രവിച്ച് അദ്ദേഹം കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകും. അപ്പോൾ അന്ന് പ്രഭാതത്തിൽ ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇവൾ ചെന്ന് പറഞ്ഞു, ഈ പെൺകുട്ടി ചെന്ന് പറഞ്ഞു, ഈ ഭാര്യ ചെന്ന് പറഞ്ഞു, ഞാനും നിങ്ങളോട് കൂടെ വരികയാണ്. എനിക്ക് വിവാഹത്തിന് ശേഷം ഈ ദിവസം ഒരു പുതിയ ഡ്രസ്സ് മേടിച്ചിട്ടില്ല. എൻ്റെ നൈറ്റിയും ചുരിദാറും എല്ലാം കീറിപ്പോയിരിക്കുന്നു. എനിക്കൊരു ജോഡി ഡ്രസ്സ് വേണം. അതിന് നിങ്ങളെനിക്ക് മേടിച്ച് തരണം. ഞാനും വരികയാണെന്ന് പറഞ്ഞു. ഈ മനുഷ്യനത് കേട്ടപ്പോൾ കലി പൂണ്ട് അവളെ കുറേ ചീത്തയെല്ലാം വിളിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ്. കൊണ്ടുപോകുന്നില്ല. ഇവൾക്ക് വലിയ സങ്കടമായി. ഭയങ്കര സങ്കടത്തോട് അവളിരുന്ന് കരയുകയാണ്. കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്ന പെൺകുട്ടി കരയുകയാണ്. കരച്ചിലിന് അവസാനം അവളൊരു തീരുമാനമെടുത്തു. അവസാനിപ്പിച്ചേക്കാം, ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഇയാളുടെ കൂടി ഇനി ഒരു നിമിഷം പോലും ജീവിക്കുകയില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുക. അവളുടെ അമ്മയെ വിളിച്ചു കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നല്ല നാളെ ഇന്ന് ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അയാളോട് പറയും, ഇനി മുതൽ ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കില്ല, ഞാൻ മടുത്തു, അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അപ്പനോടും ആങ്ങളമാരോടൊക്കെ സംസാരിക്കട്ടെ. ഇവളുടെ ഈ സങ്കടവും വലിയ വിഷമവും കണ്ടപ്പോൾ ആ അമ്മ അപ്പനോട് ആങ്ങളമാരോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ പിന്നെ നീ വഴക്കും വയ്യാവിലേക്ക് നിൽക്കേണ്ട, തല്ലുമേടിച്ച് ചെയ്യാൻ നിൽക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് പോരെ. അവൾ പറഞ്ഞില്ല, ഇന്ന് വൈകുന്നേരം
അയാളോട് 2 വാക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നാളെ വരികയുള്ളൂ, അമ്മ പേടിക്കണ്ട. അങ്ങനെ അവൾ വൈകുന്നേരം വെയിറ്റ് ചെയ്യാം. ഈ മനുഷ്യൻ വരുന്നു നോക്കി വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം ഈ മനുഷ്യൻ ഇതുപോലെ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ട് പൂരപ്പാട്ടൊക്കെ പാടി വരികയാണ്. ഇവള് അന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഇവൾ വെയിറ്റ് ചെയ്യുകയാണ് ഇയാളോട് കാര്യങ്ങൾ പറയാനായിട്ട്. എന്നിട്ട് ഇയാൾ കടന്നു വരുമ്പോൾ ഇവൾ നോക്കുമ്പോൾ ഇയാളുടെ കഷത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. പ്ലാസ്റ്റിക് കവർ ഇയാളുടെ കഷത്തിലിരിപ്പുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ അതുണ്ടായിരുന്നില്ല. ഇയാൾ നേരെ കയറി വന്ന് ഈ പ്ലാസ്റ്റിക് കവർ എടുത്തൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ മുഖത്തേക്കും ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. ചില ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അവൾ വലിച്ചെറിഞ്ഞു. ഇവൾ ഒന്നും മിണ്ടാതെ അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ കാണുന്നത് ഇവൾക്കും 2 മക്കൾക്കും 2 ജോഡി വെച്ച ഡ്രസ്സുണ്ട് അതിനകത്ത്. പക്ഷെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. 2 ജോഡി ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് അതിലിരിക്കുകയാണ്. ഇവളെടുത്ത് നോക്കിയപ്പോൾ ഇവൾക്ക് ഇഷ്ടമുള്ള കളറ്, ഇവൾക്ക് കൃത്യം പാകം. ഇവളുടെ പാകം അവനല്ലാതെ വേറെ ആർക്കും അറിയാവുന്നത് അല്ലേ? കൃത്യം ഇവൾക്ക് പാകമായിട്ടുള്ള, ഇവൾക്ക് ഇഷ്ടമുള്ള നൈറ്റിയും ചുരിദാറൊക്കെ ആയിട്ട് 2 ജോഡി ഡ്രസ്സ് വീതം ആ പ്ലാസ്റ്റിക് കവറിനകത്തുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സും ഉണ്ടായിരുന്നു. ഇവൾക്കൊരു അക്ഷരം പോലും മിണ്ടാൻ സാധിക്കുന്നില്ല. ഇവൾ കണ്ണുനീരൊഴുക്കുകയാണ്. ആ മനുഷ്യനന്ന് തെറി വിളിച്ചില്ല. അന്ന് മാത്രം ആ മനുഷ്യൻ തെറി വിളിച്ചില്ല. അയാൾ നേരെ പോയി തൻ്റെ കട്ടിലിലേക്ക് മറിഞ്ഞു. ഇവൾ പുറകെ ചെന്നിട്ട് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല, ഒരു ചമ്മന്തി ഉണ്ടാക്കാം, ഒരു മുട്ട പൊരിക്കാം, ഭക്ഷണം കഴിക്കാം. അയാൾ മറുപടി പറഞ്ഞില്ല. ഇവൾ എഴുന്നേറ്റ് പോയി ഒരു മുട്ട പൊരിച്ചു, ചമ്മന്തി ഉണ്ടാക്കി, ചോറുണ്ടാക്കി. സമയമെടുത്തു. എന്നിട്ട് കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനും കൊടുത്ത് ഇവളും ഒരുമിച്ച് വഴക്കില്ലാത്ത ഒരു ദിവസം ആ കുടുംബത്തിൽ അവർ ഭക്ഷണം കഴിക്കുക. ഇവളുടെ അമ്മ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവൾ അവനുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കി ആ കൊച്ചിനെ അവൻ തല്ലിക്കൊന്ന് കാണും എന്നൊക്കെയാണ് ഈ അമ്മായിയമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ അമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണാണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അസ്വസ്ഥമായി പോലീസിൽ ഇൻഫോം ചെയ്യണമെന്നൊക്കെ അമ്മ വിചാരിച്ചു. ഒരു 11:30 രാത്രിയായപ്പോൾ ഈ പെൺകുട്ടി വന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ അമ്മയുടെ ഒത്തിരി മിസ് കോൾ കിടക്കുകയാണ്. ഇവളെ അമ്മയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ നാളെ സംസാരിക്കാം, ഇന്ന് സമയമില്ല. ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവളുടെ സ്വരത്തിൽ അവൾക്ക് സങ്കടമുള്ളതായിട്ട് തോന്നിയുമില്ല. അമ്മയെ നാളെ സംസാരിക്കാം, ഇന്ന് സമയമില്ല. നോക്കുക, ഒരുപക്ഷെ ചില കുടുംബജീവിതങ്ങളുടെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഇവരെന്തിനാണ് വിവാഹം കഴിച്ചത്, ഇവൻ വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയുള്ള കുടുംബജീവിതങ്ങളുണ്ട്. എന്നും കലഹവും തമ്മിത്തല്ലും വഴക്കും പരസ്പരം ചേർന്നു പോകാത്ത അവസ്ഥയും. ഇവരെന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതെന്ന് പോലും അറിയാതെ കുഞ്ഞുങ്ങളെ തോന്നിവാസം ജീവിക്കാൻ അനുവദിക്കുന്നു. പക്ഷെ എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതും ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണെന്ന്. 100 മേനിയും 60 മേനിയും 30 മേനിയും എന്ന് ഈശോ ഒരു കണക്ക് ഫലത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ വചനത്തിൽ വായിച്ചിട്ടില്ലേ? 100 മേനി ഒരൊറ്റ കുടുംബമേ ഈ ഭൂമിയിലുണ്ടായിരുന്നിട്ടുള്ളൂ. അത് തിരുക്കുടുംബമാണ്. യേശുപിതാവും മാതാവും ഈശോയുള്ള കുടുംബം. 160 മേനി ഒത്തിരിയേറെ സാധാരണ ഒരുവിധം മര്യാദ ജീവിതം ജീവിക്കുന്ന, പ്രാർത്ഥിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടി തീർച്ചയായിട്ടും ഒരു പാസ് മാർക്ക് കിട്ടണം 40. അങ്ങനെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് 40 പാസ് മാർക്ക്, അല്ലെങ്കിൽ 35 കൂട്ടാം. പക്ഷേ ഇതിനോട് ചേർത്ത് ഈശോ 30 വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? തോറ്റുപോയി. 30 എന്ന് പറഞ്ഞാൽ തോറ്റുപോയവനെന്ന അർത്ഥം. 100ഉം 60ഉം 30ഉം എന്ന് ഈശോ പറഞ്ഞു. 30 പറഞ്ഞ് 40 പറയേണ്ടത്, അല്ലെങ്കിൽ 35 പറയേണ്ടത്. ഈശോ 30 പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം ഭൗതികമായ തലത്തിൽ തോറ്റുപോകുന്ന കുടുംബ ബന്ധങ്ങളുണ്ടെന്നേ, പരാജയപ്പെടുന്നുണ്ടെന്നേ. സ്നേഹത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്, ഐക്യത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്, സമാധാനത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക മേഖലയിൽ പരാജയപ്പെടുന്നവരുണ്ട്, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പെട്ട് പരാജയപ്പെടുന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഈ പരാജയവും ദൈവം അനുവദിച്ചു വെച്ചിരിക്കുന്ന പരാജയമാണെന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ 30% എന്ന് എൻ്റെ മക്കളെ എങ്ങനെയൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. എല്ലാ മനുഷ്യരിലും കുറവുകളുണ്ട്, എല്ലാ മനുഷ്യരിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ മനുഷ്യരുടെ സ്വഭാവം വ്യത്യസ്തങ്ങളാണ്. എൻ്റെ ജീവിത പങ്കാളി ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കണമെന്ന് ചിന്തിക്കാതെ
അവൻ്റെ ചിന്തയോട് ചേരാൻ പറ്റുന്ന മേഖലയിൽ, അവളുടെ ചിന്തയോട് ചേരാൻ പറ്റുന്ന മേഖലയിലൊക്കെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തിൽ പരസ്പരം ഒന്ന് വിട്ടുവീഴ്ചകൾ നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ 30% കുടുംബജീവിതം എന്ന് പറയുന്നതേ. അല്ലാതെ അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല എന്നല്ല എൻ്റെ അർത്ഥം. അത് വെറും മാനുഷിക ചിന്തയാണ്, പൈശാചിക ചിന്തയാണത്. ദൈവത്തിൻ്റേതല്ല, ദൈവം ഒരുക്കിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത. എന്നിട്ട് എന്താ പറയുന്നത്, ഡിവോഴ്സിനായിട്ട് പോവുകയാണ്. ഡിവോഴ്സ് എത്ര വലിയ മാരകമായ ദൈവനിന്ദയാണ് ഡിവോഴ്സിന് പോകുന്നവർ ചെയ്യുന്നതെന്നറിയോ? ജീവിതത്തിലെ കുറവുകളെയൊക്കെ അംഗീകരിച്ച്, എല്ലാ മനുഷ്യരിലും കുറവുള്ളതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും എത്ര ദുഷ്ടനായാലും അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ക്രൂരന്മാരായ മനുഷ്യരുടെ ഉള്ളിലും സ്നേഹമുണ്ട്. ആ സ്നേഹമൊന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. പരസ്പര ബന്ധത്തിലുള്ള വിശുദ്ധി എന്ന് പറയുന്നത്. ഒരല്പം സ്നേഹം കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും അന്യസ്നേഹം അന്വേഷിച്ച് പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളെ ഈ നാളുകൾ കാണാനായിട്ട് സാധിക്കും. വിശ്വസ്തരായിരിക്കാനായിട്ട് സാധിക്കാത്തവർ, അന്യ വസ്തുക്കളിൽ, അന്യ വ്യക്തികളിലൊക്കെ സ്നേഹം കണ്ടെത്തുക, ആശ്രയം കണ്ടെത്തുക, സമയം ചിലവഴിക്കുക. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ സ്നേഹമില്ലാത്തത് കൊണ്ട് പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്തൊരു മൊബൈലിൽ ആശ്രയം കാണുന്നു, മൊബൈലിൽ വീഡിയോകൾ കണ്ട് സമയം ചിലവഴിക്കുന്നു. എത്ര വലിയ തിന്മയാണെന്നറിയാവോ? നമ്മുടെ കുറവുകളെയൊക്കെ മനസ്സിലാക്കി, കുറവുള്ളവരാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി, ദൈവമാണ് യോജിപ്പിച്ചത്. ഇമ്മാനുവേൽ, കൂടെ നടക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം, കൂടെയുള്ള ദൈവം, ഈ ദൈവം തന്നെയാണ് ഈ കുടുംബജീവിതക്കാരെ ഒന്നിച്ചു ചേർത്തതെന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുക. എല്ലാ കുടുംബജീവിതത്തിലും, അതായത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന, സങ്കടങ്ങൾ അഭിമുഖീകരിക്കുന്ന, അത് തകർന്ന് തരിപ്പണമാകുവാനായിട്ടുള്ളൊരു വക്കിൽ നിൽക്കുന്ന എല്ലാ കുടുംബജീവിതക്കാരെയും സമർപ്പിക്കാം. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ആയിരിക്കുന്നവരെ സമർപ്പിക്കാം. കർത്താവ് വലിയ കൃപ ചൊരിയട്ടെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് കൃപ ചൊരിയട്ടെ. ഡിവോഴ്സിനായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഒരു മനപരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. മനപരിവർത്തനം ഉണ്ടാകട്ടെ. എന്നിട്ട് കർത്താവിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് ജീവിതം പരസ്പരം അംഗീകരിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ജീവിത പങ്കാളികൾ കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് രാജാവായി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള വലത് കരമുയർത്തി ഈ മാതാപിതാക്കളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കുറവുകളെ അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ ഈ മക്കളെ പഠിപ്പിക്കണമേ. കുരിശിൽ നിന്ന് കുറവുകളെ സ്വീകരിക്കാൻ ഈ മക്കളെ പഠിപ്പിക്കണമേ. തകർന്ന എല്ലാ കുടുംബങ്ങളെയും, സങ്കടങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളെ, വേദനയിലായിരിക്കുന്ന കുടുംബങ്ങളെ, കലഹത്തിലായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഈശോയെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി സൗഖ്യം നൽകി മക്കളെല്ലാം വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും തിരുസഭയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൂസേപ്പിതാവിൻ്റെയും വിശുദ്ധ പാതിരേപ്പിയുടെയും സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും പ്രത്യേക മധ്യശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.